അതുകൊണ്ടാണ് യേശു പറയുന്നത്, യേശുവിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പിതാവിനെ ലഭിച്ചു. ആ പിതാവിനെ നമുക്ക് നൽകുവാൻ പ്രാപ്തമായത് ക്രിസ്തു ഈ പ്രപഞ്ചത്തിലേക്ക് ജഡം സ്വീകരിച്ചു വന്നതുകൊണ്ടാണ്. ആ അപ്പൻ്റെ മകനാകാൻ, ആ അപ്പൻ്റെ മകളാകാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം അത് വചനത്താൽ സാധ്യമായതാണ്. ആ വചനം ജഡമായി നമ്മുടെ അടുക്കൽ വന്നതാണ്. ആ ജഡമായി പിറന്ന ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് 2-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. എത്ര മൂല്യമുള്ളവരാണ് ഞാനും നിങ്ങളും! ഈ യേശുക്രിസ്തുവിന്റെ വചനത്താൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നമ്മളുടെ മൂല്യം, അതിൻ്റെ വാല്യൂ എത്ര വലിപ്പമുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ചാരുത, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ രചയിതാവ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ മനോഹരമായി, വളരെ മാർവലസായി വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 12 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ സയൻസ്, അടയാളം വളരെ മനോഹരമായി വിശദീകരിച്ച് നൽകുന്ന ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ മനോഹരമായ അടയാളത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രലോഗ് അല്ലെങ്കിൽ മുഖവുര ഭാഗത്ത് യോഹന്നാൻ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകനോട് ചില ചോദ്യങ്ങൾ പഴയ നിയമ ഭക്തന്മാരും പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്ന ജനവും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പഴയ നിയമ തോറയെക്കുറിച്ച്, പദ്യപുസ്തകങ്ങളെക്കുറിച്ച്, പ്രവചന പുസ്തകങ്ങളെക്കുറിച്ചുള്ള അറിവുള്ളവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി, അത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രബലമായ ചില ചോദ്യങ്ങൾ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്നുണ്ട്. നീ ആരാകുന്നു? നീ പ്രവാചകനോ? നീ ഏലിയാവോ? നീ ഇരമ്യാവോ? നീ ആരാകും? ഈ ചോദ്യങ്ങൾ യോഹന്നാനോട് ആവർത്തിച്ച് 1-ാം അധ്യായത്തിൽ ചോദിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ ഏലിയാവല്ല എന്നൊക്കെ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ആ മറുപടി നൽകുമ്പോൾ തന്നെ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. പിന്നീട് ആ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്നത് ക്രിസ്തുവിനോടും, ക്രിസ്തു സൗഖ്യമാക്കുന്ന, ക്രിസ്തു അടയാളങ്ങൾ ചെയ്യുന്ന ആ ജനത്തോട് ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നിന്നെ സൗഖ്യമാക്കിയത് ആര്? യേശുവാണ് എന്ന് പറയുമ്പോൾ അവൻ ആരാകുന്നു? അവൻ പ്രവാചകനോ? എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ചെയ്യുന്ന സയൻസിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ മനോഹരമായി അവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളോ ശിഷ്യന്മാർക്കോ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, തൻ്റെ ശിഷ്യന്മാരെ മർക്കോസിൻ്റെ മാളികയിലേക്ക് വിളിച്ച് ഇരുത്തി അവരോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു എന്നും സ്വർഗത്തിലേക്ക് പോകുന്നു എന്നും അറിഞ്ഞിരിക്കെ അവൻ തൻ്റെ ശിഷ്യന്മാരെ മർക്കോസിൻ്റെ മാളികയിലേക്ക് വിളിച്ചു വരുത്തി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം
യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറി എന്താണെന്ന് അവരോട് വിശദമാക്കി നൽകുന്ന വേദഭാഗങ്ങളാണ് 13 മുതൽ 20 അധ്യായം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ അടയാളത്തിലൂടെ ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുന്നു. എന്നാൽ 12 മുതലുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ മനോഹരമായി തുടർന്നുള്ള അധ്യായങ്ങളിൽ വിശദീകരിക്കുമ്പോൾ യേശു തന്നെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവൻ പാത്രത്തിൽ വെള്ളമെടുത്ത് തോർത്ത് അരയിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിന് ശേഷം അവൻ വീണ്ടും ഇരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്തു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ഡ്രാമാറ്റിക് എക്സ്പീരിയൻസിലൂടെ അവർക്ക് വിശദമാക്കി കൊടുക്കുകയാണ്. എന്നാൽ അവർക്കത് ശരിയാവണ്ണം ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വം എത്രത്തോളം നന്നായി നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ആ സുവിശേഷം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതിന് ഏറ്റവും വലിയ തെളിവ് തൻ്റെ രചനയ്ക്കുള്ള കാരണം താൻ 20 അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, 20 അധ്യായത്തിൻ്റെ 30-31 വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടയാളങ്ങൾ എന്ന് പറയുന്ന ഒരു പദമാണ്. രണ്ടാമത് പറയുന്നത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം എഴുതുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ്. യേശു സാക്ഷാൽ ദൈവമാണെന്ന് പറയുവാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ വിശ്വസിക്കുവാനും നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ് എന്ന് യോഹന്നാൻ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇത്ര മനോഹരമായി വരച്ച് കാണിക്കുമ്പോൾ ആ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാനും യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വെളിപ്പാട് പ്രാപിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, സാധാരണ എല്ലാവരും പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുക. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന പ്രയോഗം യേശു പറയാനൊരു കാരണമുണ്ട്. ആ പറയുവാനുള്ള കാരണം, ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ചുള്ള ഗഹനമായ അറിവ് ക്രിസ്തുവിനുണ്ട്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ആ ദൈവത്തിൻ്റെ കൽപ്പന അവർക്ക് കൊടുക്കുമ്പോൾ അഡീഷണലായി ലേവ്യ പുസ്തകത്തിൽ മോശയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രമാണം, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊരു നിയമം കൂടെ നൽകിയിരുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ യേശുവിനെ കൊല്ലുവാൻ തൻ്റെ ശത്രുക്കൾ യേശുവിലുള്ള കുറ്റാരോപണം നൽകുന്നത് വളരെ ശ്രദ്ധേയമായി യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട്. യേശുക്രിസ്തു പിതാവിന് സമനാണെന്ന് പറഞ്ഞു, അവൻ ദൈവമാണെന്ന് പറഞ്ഞു. ഇതാണ് ക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കുന്ന ആരോപണം. ദൈവമാണെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പ്രമാണമുള്ളപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം നിമിത്തം ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഏകദേശം 4-ലധികം തവണ ക്രിസ്തുവിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം ക്രിസ്തു പിതാവിനോട് തുല്യനാണെന്ന് പറഞ്ഞു, ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് പറഞ്ഞു എന്നുള്ള ആരോപണമാണ് അവരവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ വളരെ മനോഹരമായി തൻ്റെ രചനകളിലൂടെ, തൻ്റെ തൂലികയിലൂടെ മനോഹരമാക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. എന്നാൽ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്നെക്കുറിച്ച് ക്രിസ്തു എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള വളരെ മനോഹരമായ ഒരു ചോദ്യം
നമ്മുടെ ഉള്ളിൽ ഉയർന്നാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഹൗ ജീസസ് തിങ്ക് അബൌട്ട് മീ, എന്നെക്കുറിച്ച് യേശു എന്താണ് തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മർക്കോസിൻ്റെ മാളികമുറിയിൽ ശിഷ്യന്മാരെ ഇരുത്തി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി 13-ാം അധ്യായത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. എന്നാൽ പിന്നീട് യൂദ തന്നിൽ നിന്ന് വിട്ടുപോകുകയും യേശുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യാദികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ പിതാവുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം, പിതാവുമായുള്ള ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ മറ്റൊരു ചിത്രം കൂടെ ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് സാധാരണയായി മഹാപുരോഹിതൻ, പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ അറ്റോൺമെന്റ്, പകരമരണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ എ മോഡൽ ഓഫ് പ്രയറാണത്. മഹാപുരോഹിതൻ അറ്റോൺമെന്റ് ദിനത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു മാതൃകാ ചിത്രം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ദേവാലയത്തിൽ ചെന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു ചിത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ ആ പഴയ നിയമ കൺസെപ്റ്റ് അനുസരിച്ച് അവരുടെ പ്രാർത്ഥനയുടെ 1-ാം ഭാഗം സ്വയം യാഗമാകുന്നതിനെ കുറിച്ചാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയിലും നമുക്കത് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു പറയുന്നത്. 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയേണ്ടതിനും നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രതിപാദിക്കുന്ന 1-ാമത്തെ കാര്യം സാക്രിഫൈസ് ഫോർ ഹിംസെൽഫ്. മഹാപുരോഹിതൻ തൻ്റെ യാഗാർപ്പണം തൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രാരംഭത്തിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഹി വാസ് പ്രേയിങ് ഫോർ ദ ഫെലോ പ്രീസ്റ്റ്. മഹാപുരോഹിതൻ തന്നോട് കൂടെയുള്ള മറ്റ് മഹാപുരോഹിതന്മാർ അവിടെയുണ്ട്. ആ മഹാപുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ 2-ാമത്തെ ഘട്ടം. ആ പ്രാർത്ഥനയിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ചിത്രം കൂടെ യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയുടെ 3-ാമത്തെ തലം എന്ന് പറയുന്നത് അവിടെയുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സാധാരണ ഹൈ പ്രീസ്റ്റ് റെപ്രസെന്റഡ് ദി ഹോൾ ഓഫ് ഗോഡ്സ് ഫാമിലി. മഹാപുരോഹിതൻ പ്രതിനിധാനം ചെയ്യുന്നത് അന്നത്തെ സമൂഹത്തിലെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ ഉണ്ടാകുന്ന ബ്രസ്റ്റ് പ്ലേറ്റുകളുണ്ട്. തോളിൽ 12 ഗോത്രങ്ങളുടെ പേരുണ്ട്. എല്ലാ മനുഷ്യനും വേണ്ടിയും ഒരു റെപ്രസെൻറ്റേറ്റീവായി മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ മാതൃകാപരമായ വളരെ കാര്യാദികൾ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യത്തെ 5 വാക്യങ്ങളിൽ പിതാവിനോട് പറയുന്നത് എന്താണെന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിതാവ് എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. എനിക്ക് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം, ലോകസ്ഥാപനത്തിന് മുൻപുണ്ടായിരുന്ന മഹത്വം അതെനിക്ക് നൽകണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്.
രണ്ടാമത് 6 മുതൽ 19 വരെയുള്ള വാക്യം, 1 മുതൽ 6 വരെയുള്ള വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. 6 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 11 അപ്പോസ്തലന്മാർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. യൂദ വിട്ടുപോയി ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാനായിട്ടുള്ള തത്രപ്പാടുകൾ ചെയ്യുന്നു. ഈ സമയത്ത് മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 11 അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ചിത്രമാണ് 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോൾ തൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. 3-ാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നത് ഭാവിയിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ വന്നവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന. അതിൻ്റെ 20-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവിടെയുള്ള ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു ചിത്രം തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള യേശുവിൻ്റെ ചിന്ത, അത് ഈ പ്രാർത്ഥനയിൽ എന്താണ്? യേശു നമ്മെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ്? ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ഇമോഷൻസ്, വൈകാരികതയുടെ തലം ഏറ്റവും കഠിനമായിരിക്കുന്ന സമയത്തും യേശു നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ ഇമോഷൻസ്, വൈകാരികത എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെടുവാൻ ഏതാനും ദിവസങ്ങൾ കൂടെ മാത്രമേ തൻ്റെ മുൻപിലുള്ളൂ. അതിനു മുൻപുള്ള പ്രാർത്ഥനയാണ് യേശുക്രിസ്തു നിർവഹിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിൻ്റെ വൈകാരികത വളരെ വേദനയിൽ വന്നിരിക്കുന്ന സമയമാണ്. ആ ഇമോഷൻസിലും എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ, ആ മഹാപുരോഹിതൻ്റെ ആ ഇടപെടലുകൾ എന്നോടുള്ള ബന്ധത്തിൽ എത്ര മഹത്തരമാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത, ഈ വാക്യത്തിൽ യേശു നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വർഗത്തിൽ മധ്യസ്ഥനാകുന്നതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് നൽകുകയാണ്. എന്താണ് ആ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് എബ്രായ ലേഖനം 13:8 പറയുന്നുണ്ട്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ഇമോഷൻസിൻ്റെ മൂർധന്യഭാവത്തിൽ വന്നു നിൽക്കുമ്പോഴും എന്നെ ഓർക്കണമെങ്കിൽ ആ ഓർക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലെ ട്രാൻസ്ക്രിപ്റ്റിനെ നാം വായിച്ചറിയേണ്ടത് യേശു ഇന്ന് എനിക്കെങ്ങനെയാകുന്നു എന്നുള്ളതാണ്. ആ മാറ്റം വരാത്ത യേശുക്രിസ്തു ഇന്നലകളിൽ, ഇന്ന്, നാളെ അവൻ എനിക്കെങ്ങനെയാകുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. നമ്മെക്കുറിച്ച് ക്രിസ്തു ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ഡസ് ജീസസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് മീ? ഒന്ന്, 2 വിശേഷണങ്ങൾ കൊണ്ടാണ് എന്നെ കർത്താവ് തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഓർക്കുന്നത്. ഒന്നാമത്തെ വിശേഷണം അതിൻ്റെ 20-ാം വാക്യമാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വാക്കിനാലല്ല, ഇവരുടെ വചനത്താൽ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനത്താൽ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരും അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരല്ല.
അപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനത്താൽ യേശുവിനെ അറിഞ്ഞു വരുന്നവർ എന്ന് പറയുമ്പോൾ ക്രിസ്തു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ വചനത്തിൻ്റെ പ്രാധാന്യം എത്ര തീവ്രമായി, എത്ര തീക്ഷ്ണമായിട്ടാണ് ആ വചനത്തിൻ്റെ പ്രഖ്യാപനത്തെ യേശു പറയുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വചനത്തിൻ്റെ യാഥാർത്ഥ്യം, തിരുവചനത്തിൻ്റെ മാഹാത്മ്യം, തിരുവചനത്തിൻ്റെ തെറ്റില്ലായ്മ, അതിൻ്റെ ആഴമായ അറിവ്, അതിൻ്റെ മറ്റൊരു തലം, അത് ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുന്നു എന്നാണ് ഒന്നാമത്തെ വിശേഷണത്തിലൂടെ കർത്താവ് നൽകുന്നത്. വചനത്താലല്ലാതെ ആരും അവൻ്റെ അടുത്ത് ആദ്യകാലങ്ങളിൽ വന്നിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു പറഞ്ഞതിൻ്റെ ആഴം, അപ്പോസ്തലന്മാരുടെ വചനത്താൽ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനം അത് ക്രിസ്തുവിൻ്റെ വചനമാണ്. ആ വചനത്താലല്ലാതെ ആർക്കും യേശുവിനെ അറിയുവാനായിട്ട് കഴിയുകയില്ല. വചനത്തിനപ്പുറത്ത് വേറൊന്നും പ്രധാനമല്ല എന്ന വസ്തുതയാണ് യേശുക്രിസ്തു അവിടെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സത്യം അത് വചനമാണ്. ആ വചനമാണ് അടിമത്തത്തിലിരിക്കുന്ന ജനത്തെ, പാപത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ ഉദ്ധരിക്കാൻ പ്രാപ്തമാകുന്നത് തിരുവചനമാണ് എന്ന സത്യം യോഹന്നാൻ തൻ്റെ വചനത്തിലൂടെ, യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലൂടെ യേശു ഉദ്ധരിക്കുന്നത് അതാണ്. യേശു പറഞ്ഞത് ബൈബിളിനെ കുറിച്ചാണ്. യേശു പറഞ്ഞത് പുതിയ നിയമത്തെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ വചനത്താൽ യേശുവിനെ അറിഞ്ഞവർ. അപ്പോൾ ഈ വചനം ഫുൾഫില്ല് ചെയ്യപ്പെടുന്നത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ പൂർത്തീകരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ ക്രിസ്തു പറയുന്നത്. റോമിൽ, യെരൂശലേമിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളവും ഈ വചനം പരന്നു. ജനം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആ യേശുവിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള മാഹാത്മ്യമോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ടിട്ടല്ല, അപ്പോസ്തലന്മാർ പറഞ്ഞ വചനത്താൽ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യേശുവിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പിതാവിനെ ലഭിച്ചു. ആ പിതാവിനെ നമുക്ക് നൽകുവാൻ പ്രാപ്തമായത് ക്രിസ്തു ഈ പ്രപഞ്ചത്തിലേക്ക് ജഡം സ്വീകരിച്ചു വന്നതുകൊണ്ടാണ്. ആ അപ്പൻ്റെ മകനാകാൻ, ആ അപ്പൻ്റെ മകളാകാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം അത് വചനത്താൽ സാധ്യമായതാണ്. ആ വചനം ജഡമായി നമ്മുടെ അടുക്കൽ വന്നതാണ്. ആ ജഡമായി പിറന്ന ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് 2-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും ക്രിസ്തു പ്രഖ്യാപിക്കുന്നത്. അവിടെ ക്രിസ്തു ഉപയോഗിക്കുന്ന വൊക്കാബുലറി, ആ പദപ്രയോഗങ്ങൾ വളരെ ഗൗരവമുള്ള വൊക്കാബുലറിയാണ് അവിടെ യോഹന്നാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ മൂല്യം, അതിൻ്റെ ആകത്തുക, എത്ര മൂല്യമുള്ളവരാണ് ഞാനും നിങ്ങളും. ഈ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നമ്മളുടെ മൂല്യം, അതിൻ്റെ വാല്യൂ എത്ര വലിപ്പമുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. ആ രക്ഷയുടെ മൂല്യം എത്ര ശ്രേഷ്ഠമാണ്. പിതാവ് നമുക്ക് വേണ്ടി യേശുവിനെ നൽകിയതിൻ്റെ ഒരു ചിത്രത്തെ യേശു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നൽകുകയാണ്.
യേശുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിനെ കുറിച്ചാണ് യേശു തൻ്റെ പ്രാർത്ഥനയിൽ നൽകുന്നത്. അവൻ്റെ വചനത്താൽ, അവരുടെ വചനത്താൽ യേശുവിനെ അറിഞ്ഞവർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. അവരെ സൂക്ഷിക്കുന്നത് നീയാണ് എന്ന് ക്രിസ്തു പറയുകയാണ്. പിതാവേ, നീയാണ് അവരെ സൂക്ഷിക്കുന്നത്. ആ മഹത്വം എനിക്ക് തിരികെ നൽകണമേ എന്നാണ് പ്രാർത്ഥന. ആക്ച്വൽ വാല്യൂ, പണത്തിൻ്റെ വാല്യൂ അല്ല, ഞാൻ അവർക്ക് നൽകുന്ന മൂല്യത്തിന് കാരണം നീ അവരെ എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. യേശു പറയാണ്, നീ അവരെ എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മൂല്യം വലുതാണ്. പിതാവേ, നീ എനിക്ക് അവരെ തന്നിരിക്കുന്നു. എൻ്റെ പിതാവ് നിങ്ങളെ എനിക്ക് തന്നിരിക്കുന്നു. ദാറ്റ്സ് വൈ ഐ ലവ് ദം. അതുകൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. എന്നെ കർത്താവ് സ്നേഹിക്കുന്നതിന് കാരണം എൻ്റെ പിതാവ് നിങ്ങളെ അവന് നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. ആ പിതാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ, പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ എന്നിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിന് 20 മുതൽ 24 വരെയുള്ള കാര്യങ്ങളിൽ അവൻ പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, അതിന് 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഒന്നാകുന്നു. യൂണിറ്റി ഓഫ് ദ ഫെലോഷിപ്പ്, നമുക്ക് തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ കഥ പറയുന്ന, ഞാനും ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം പറയുന്ന, ആരും തരാത്ത ഒരു മഹത്വം, ആ മഹത്വം ക്രിസ്തു എന്നിൽ നൽകുകയാണ്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, മഹത്വം പിതാവ് പുത്രന് നൽകി, പുത്രൻ ആ മഹത്വം തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകി, ആ പിതാവ് പുത്രന് നൽകി അതേ സ്നേഹം നമുക്കും നൽകി എന്നതിൻ്റെ മറ്റൊരു ചിത്രത്തെയാണ് യേശു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ സ്നേഹം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. യേശു പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ മഹത്വത്തിൻ്റെ ഉറപ്പ് ഇന്ന് വരെ വന്നിട്ടില്ല, വരും എന്ന് എന്തുറപ്പാണ് നൽകുന്നതെന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരുപാട് ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്. ലവ് ഓഫ് ദ ഹോളി ഫാദർ, സ്നേഹമുള്ള പിതാവിൻ്റെ സ്നേഹമാണ് 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സ്നേഹം പുത്രനിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുവാൻ കാരണമാകുന്നത്. ആ യേശുവിൻ്റെ സ്നേഹം എന്നിൽ അന്തർലീനമാണ്. ആ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ആ സ്നേഹം നമ്മളിൽ വെളിപ്പെടും. ആ 2 കാര്യമാണ് തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ എന്നെക്കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത്. ഇവിടെ കർത്താവ് പറയുന്നത്, ഇവർ ഒന്നായാൽ മതി. എങ്ങനെ ഒന്നായാൽ മതി? ഞാനും പിതാവും സ്നേഹത്തിൽ ഒന്നായതുപോലെ, ഫെലോഷിപ്പിൽ, കൂട്ടായ്മ, യൂണിറ്റി ഓഫ് ദ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മയിൽ ഒന്നായതുപോലെ ഇവരും അതുപോലെ ഒന്നാകണം. സ്നേഹത്തിൽ ഒന്നാകണം, കൂട്ടായ്മയിൽ ഒന്നാകണം, പരസ്പരം സ്നേഹിക്കുന്നവരായി മാറണം. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ആർദ്രത, അതിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം, അത് എത്രയുണ്ടെന്ന് ക്രിസ്തു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യേശു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഇനിയും വിശ്വാസത്തിൽ വരുവാനുള്ളവരുണ്ട്, അവരെയും ഈ സ്നേഹത്തിൻ്റെ ആർദ്രത കൊണ്ട് നേടാൻ, ഈ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് നേടുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വരുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങളെയും ഓർത്ത് അവൻ പ്രാർത്ഥിക്കുകയാണ്.
ആ പിതാവിനെ അറിയുന്നതിലാണ് വലിയ കാര്യം. ആ പുത്രനെ അറിയുന്നതിലാണ് വലിയ കാര്യം. പിതാവും പുത്രനും തമ്മിലുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ ആഴമറിയുന്നതിലാണ് കാര്യം. ആ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും വചനത്താൽ നേടിയെടുത്തത് എന്ന് പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥനയുടെ അവസാനം താൻ പറയുന്നത്, നിങ്ങൾക്ക് ആ സ്നേഹമുള്ളവരാണോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചാണ് ആ പ്രാർത്ഥനയിൽ ക്രിസ്തു അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്നത്. ആ സ്നേഹം നമ്മളിലില്ലെങ്കിൽ, ആ വചനം കൊണ്ടാണ് നമ്മൾ നേടിയതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ അർത്ഥമാണ് ക്രിസ്തു തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയ്ക്ക് എന്നെ ഓർക്കുന്നത്, നിങ്ങളെ ഓർക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ഓർക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ, ആ സ്നേഹവായ്പകൾ സ്വീകരിക്കുന്നവരാകാൻ ഇനിയും ഒരുപാട് പേരുണ്ട്. അതിന് കഴിയട്ടെ, അതിന് വചനം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.